ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പുറപ്പെടട്ടോ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓട്ടോ കയറിയിരിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് പരപ്പനങ്ങാടി ബീച്ചിലേക്ക് പോകാട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ പുറപ്പെടും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങണം എന്നാട്ടോ വിചാരിച്ചത്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും കുളിക്കലും കുട്ടികളെ പുറപ്പെടലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരതാ 5 മണിയായി. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കാട്ടോ. അപ്പോൾ ഇറങ്ങണില്ല, ഓരോരുത്തരായിട്ട് ഇറങ്ങാത്തോണ്ടേ ഏട്ടന്മാരിങ്ങനെ പറയുകയാണേ പോവാ നേരെ ഇരുട്ടാവുകയാണ്. ബീച്ചൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് പോകുമ്പോഴാണല്ലോ കുറച്ചും കൂടി ഭംഗി. ആ സൂര്യാസ്തമയമൊക്കെ കാണാൻ കണ്ടോ, ഇരുട്ടാവലോടെ. ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല അപ്പോഴേക്കും ഇങ്ങനെ ഇരുട്ടാവൽ തുടങ്ങിയിട്ടോ. കണ്ടോ, അങ്ങനെ ഞങ്ങളിതാ ബീച്ചിലേക്ക് എത്തിയിട്ടോ. കണ്ടോ, ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ സൂര്യാസ്തമയം കാണണം എന്നൊക്കെ വിചാരിച്ച് പുറപ്പെട്ടോ. പക്ഷെ എത്തിയപ്പോഴേക്ക് സമയം ഒരുപാടായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അടിച്ചു കളിച്ചു. ബീച്ചിൽ കൂടെ ഓടിയിട്ട് ചാടിയിട്ട് തിരമാല, അത് കൂടെ ഒക്കെ നിറയെ തോണികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ലൈറ്റൊക്കെ കാണുന്നുണ്ട്, ഒക്കെ തോണികളാണ്. തോണികൾ കുറേ ഇങ്ങോട്ട് കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളെ പുലർച്ചെ പോവാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ഇറക്കുക കേട്ടോ. കണ്ടോ, അവന് പേടിയായിരുന്നു കേട്ടോ, ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, കരയിൽ പോയി നിൽക്കുമായിരുന്നു. ആ മണലിൽ കൂടെ കളിക്കുമായിരുന്നു. പിന്നെ പോവാനായപ്പോഴേക്കും എൻ്റെ അമ്മോ കയറാഞ്ഞിട്ട് കുടുങ്ങി. അപ്പം നിൽക്കണമൊക്കെ കരയിൽ. കുറച്ചും കൂടി കഴിഞ്ഞ് അവരൊക്കെ കാണാം കേട്ടോ. കടലിൽ കുളിക്കുകയാണ്, നീണ്ടും കൂടിയല്ല കുളിക്കുക. കാല് നനയ്ക്കാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് കുടുങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഇങ്ങനെ അതിൽ കൂടെ നടന്നു കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ വീഡിയോസൊക്കെ ഉണ്ടോ, ഒക്കെ നനഞ്ഞിട്ടാണ് നടക്കണത് ഉണ്ടോ. അപ്പോൾ അവന് കയറണമെന്നില്ല. അതിൻ്റെ ഇടയിലാട്ടോ ഞങ്ങൾക്ക് മീൻ കിട്ടി. ഒരു തോണിയിൽ നിറയെ മീനൊക്കെ ആയിട്ട് അവർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മീനും വാങ്ങിച്ചു, കുറച്ച് ഞണ്ടും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കൊക്കെ ഒരുപാട് ടൈമായി കേട്ടോ. പോവാനേ തോന്നണില്ല. കുറേ നേരം അത് കൂടെ ഓടി കണ്ടോ. അതൊക്കെ വെള്ളത്തിലായിരിക്കും. ഇത്രയും നേരം അവിടെ നിൽക്കണ ആൾക്കാരായിരുന്നു. ഒക്കെ വെള്ളത്തിൽ കുളിച്ച് തലയിലും ചെവിയിലും ഫുള്ള് ഡ്രസ്സ് മുഴുവൻ മണലാട്ടോ. ആകെ മണലിൽ കുളിച്ചെന്നു. ഞങ്ങൾ ഓട്ടോയിലല്ലേ വന്നത്, ഏട്ടൻ്റെ ഓട്ടോ ഫുൾ മണലാണ് കണ്ടോ. ഞാനും കണ്ടോ, എൻ്റെ ഒരു അനിയത്തി, അവൾ മാത്രമേ നനയത്തുള്ളൂ. പിന്നെ അമ്മായി, അവൾക്ക് ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവളെ നോക്കിയായിരുന്നു. എനിക്കും തന്നെ ചെറിയ, എന്നെ പൊക്കാൻ കുറേ ഓടി എൻ്റെ പിന്നാലെ. പക്ഷെ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ച് കണ്ടു. എൻ്റെ മോൻ കണ്ടോ മണലിൽ കടന്ന് ഉരുണ്ട് പിന്നെ കയറണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരും കേട്ടോ. ഓട്ടോയിൽ തിരിച്ച് പോരണം. അപ്പോഴാണ് DJ പാർട്ടിക്കാരുടെ പരിപാടിയാണ്. DJ എന്ന് പറഞ്ഞാൽ വലിയ DJ കേട്ടോ. അടിപൊളിയായിരുന്നു. എന്താണെന്നറിയാം, കാണാൻ നല്ല ഭംഗി. ഞങ്ങൾ ഓട്ടോയിൽ ഇരുന്നിട്ട് ഞങ്ങളും കളിക്കുക കേട്ടോ. ഇവരുടെ പാട്ടും ഇതൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി ഒരു ചായക്കടയിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച്